കൊച്ചേ, ആദ്യം എന്നെ ഒന്ന് വിട്, അത് കഴിഞ്ഞിട്ട് ശൃംഗരിക്ക്. ശൃംഗരിക്കേ? വയസ്സും പ്രായമൊക്കെ ആയില്ലേ, മര്യാദക്ക് സംസാരിക്കണം. ഉറച്ചു നോക്കിയിട്ടേ കാശ് തരാൻ പറ്റൂ. മുക്കുപണ്ടാണെങ്കിൽ ആര് സമാധാനം പറയും? നമ്പർ എത്രയാ? PK കുട്ടപ്പൻ 475. 75 25? 75. ഇപ്പൊ വിളിക്കാടാ. 25 പറഞ്ഞത്? എന്റെ കൊച്ചെ 75. 475. ഒരച്ചൊരച്ച് പാതിയിലേറെ കട്ടയിലുമായി. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടോ. എന്താ കുട്ടപ്പൻ ചേട്ടാ, എന്താ പ്രശ്നം? മോന് ഫേസ് അടക്കാനുള്ള അവസാന തീയതിയാ. ഇന്നുകൂടി അടച്ചില്ലെങ്കിൽ അവന്റെ ഒരു കൊല്ലം പോകും. അതിന് മാല പണയം വെക്കാൻ വന്നപ്പോ ഇയാൾക്കൊരു പിള്ളേര് കളി. വെയിറ്റ് നോക്കിയോ? ആരോട് ചോദിക്കുന്നല്ലേ? എത്ര വേണ്ട? 10,000. ഇതവിടെ ക്യാഷിൽ കൊടുത്താൽ മതി. വലിയ ഉപകാരം സാറേ. ഒരാളെ കൂടെ പണക്കിയപ്പോ എനിക്ക് സമാധാനമായല്ലോ. എടോ, കസ്റ്റമേഴ്സിനെ പണക്കിയാ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതെ, കസ്റ്റമേഴ്സിനെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ എന്താണെന്ന് അറിയാമോ എനിക്ക്? എ കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വിസിറ്റർ ഇൻ യുവർ പ്രിമിസസ്. സർ, അയാളെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തത്. ഓ മതി, ജോലിയിലോ ആത്മാർത്ഥതയില്ല. എന്നാൽ ഒരു അല്പം മനുഷ്യത്വം കാണിച്ചൂടെ? അതെങ്ങനെ സദാസമയം ഫോൺ എടുത്ത് കുനുകുന വിളിച്ചോണ്ടിരിക്കല്ലേ? അതൊരു എമർജൻസി കോൾ ആയിരുന്നു. ഇയാളെ എമർജൻസിക്ക് എനിക്ക് അറിയാം. എന്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും സാർ ഇടപെടേണ്ട കാര്യമില്ല. ഇല്ല, ഇടപെടുന്നില്ല. പക്ഷേ ഈ ബാങ്കിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇയാൾ എന്ത് ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാ. സർ, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. സാർ എന്റെ മാനേജർ ആണെന്ന് വെച്ച് എന്തും പറയാമെന്ന് വിചാരിക്കണ്ട. എടി കൊച്ചെ, ഇട്ടിയമ്മ ചാടിയ കൊട്ടിയമ്പലം വരെ. നീയേ പെണ്ണാ, വെറും പെണ്ണ്. വെറും പെണ്ണെന്നോ? സൺ ഓഫ് എ ബീച്ച്. എന്നിട്ട് താൻ അതും കേട്ട് മിണ്ടാതങ്ങ് നിന്നോ? ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? അയാൾ എന്റെ മേലുദ്യോഗസ്ഥനല്ലേ? ഹേയ്, നോ നോ നോ. ഇത് മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള പ്രശ്നമല്ല, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. പുരുഷ മേധാവിത്വത്തിന്റെ പ്രതീകമാണ് അയാൾ. അതെ. ചിരിക്കാൻ പാടില്ല, മേക്കപ്പ് ചെയ്യാൻ പാടില്ല. ഇതെന്താ അടിമപ്പണിയോ? പണിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. ഞാൻ അവളോട് പലവട്ടം പറഞ്ഞതാ കരാട്ടെ പഠിക്കാൻ. 2 പഞ്ച് ഒരു കിക്കും. അവന്റെ കോട്ടയം ബോർഡ് മടങ്ങും. ഇപ്പൊ തന്നെ ഒരു കംപ്ലൈന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു കോപ്പി CM-നും ഒരു കോപ്പി DGP-ക്കും അയക്കാം. പോരാ. വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നൊന്ന് പ്രസ് സെക്രട്ടറിക്കും. വഴക്ക് പറഞ്ഞു, ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത നാട്ടുകാർ നമ്മളെ കളിയാക്കും. 4 ആള് കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? A solid ground. എന്നാ പിന്നെ പീഡനം ആയിക്കോട്ടെ. പറയാനും സുഖമുണ്ട്, കേൾക്കാനും സുഖമുണ്ട്. അപ്പൊ ഗോവിന്ദകുട്ടി മാക്സിമം നാലുകയും ചെയ്യും. കംപ്ലൈന്റ് കൊടുക്കാൻ വരട്ടെ. ആദ്യം ഈ കൊഞ്ഞാണനെ നമുക്ക് നേരിട്ടൊന്ന് കാണാം, മുഖാമുഖം. A face to face encounter. നിങ്ങളാണോ ഗോവിന്ദൻകുട്ടി? ആണെങ്കിൽ ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഓ, സംസാരിച്ചോളൂ. മാനേജർ സാറിന് സ്ത്രീകളോട് പൊതുവെ പുച്ഛമാണെന്ന് കേട്ടു. പുച്ഛമോ? എനിക്കോ? സ്ത്രീകളോട് എനിക്ക് എന്നും ബഹുമാനമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയെയാണ്, എന്റെ അമ്മയെ. അമ്മ പ്രേമൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നുണ്ടെന്ന് ഒരു ആക്ഷേപമുണ്ടല്ലോ. അതാർക്കാണാവോ? നിരോഷയോട് ഇയാൾക്ക് എന്താ പ്രശ്നം? ഓ, അപ്പൊ അതാണ് കാര്യം. വക്കാലത്ത് കയ്യിലുണ്ട്. അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിട്ടാണോ താൻ? നോക്കൂ, നിരോഷയ്ക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അവൾക്ക് മേലധികാരികളോട് പരാതിപ്പെടാം. ഇനി അതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇവിടെ വനിതാ കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അവിടെ സമാധാനം ബോധിപ്പിച്ചോളാം ഞാൻ. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മളാരാണാവോ? സ്ത്രീ സമത്വവേദി എന്നുള്ള പ്രസ്ഥാനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ താൻ? അതിന്റെ പ്രവർത്തകരാ ഞങ്ങള്. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജരാണ്. എന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണ്ടേ നിങ്ങൾ അകത്തോട്ട് കയറി വരാൻ? ഞങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്റെ പൊന്നു പെങ്ങളെ, ആദ്യം മാന്യമായി പെരുമാറാൻ പഠിക്കും, പിന്നെ മര്യാദയ്ക്കൊക്കെ തുണി ചുറ്റാനും പഠിക്കും. രൂപം കൊണ്ട് മാത്രം ഒരുത്തിയും സ്ത്രീ ആവുന്നില്ല, ആരും ബഹുമാനിക്കാനും പോകുന്നില്ല. കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച സ്ഥിതിക്ക് ഇനി സ്ഥലം വിട്ടാട്ടെ. സ്ഥലം വിടാനോ?
ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ജയരാമോ ഇങ്ങ് വാ. ആ ബലരാമനെ കൂടെ വിളിച്ചോ. എന്താ സാർ? ആ ജയരാമ, ഈ കൊച്ചമ്മമാര് നമ്മുടെ ബാങ്കിൽ നിന്ന് പെട്ടി ഓട്ടോക്ക് ലോൺ എടുക്കാൻ വേണ്ടി വന്നവരാ. നീ അതിന്റെ പ്രൊസീജിയേഴ്സ് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ID പ്രൂഫിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി 1, മിനിമം ഡിപ്പോസിറ്റ് 1000 ഉറുപ്യ, പിന്നെ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് മേക്കപ്പ് ഇടാണ്. ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ അത് ആണുങ്ങളോട് വേണ്ട കേട്ടോ. Get out. ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഇറങ്ങാണ്. ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ പിന്നെ എന്താ നോക്കുന്നത്? പോകരുത്. ഓട്. ഇതെന്തപ്പോ കഥ? മഞ്ജു, എന്നാ കണ്ടോ അമ്മേ, ഇന്നും ചേമ്പ് ചേനെ തന്നെയാ. എവന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ മേടിക്കുന്ന കടയിൽ ഇത് മാത്രമേ ഉള്ളൂടാ. ഏയ്, കടയിൽ എല്ലാ ഐറ്റവും ഉണ്ട്. പക്ഷേ എനിക്കിതൊക്കെ വാങ്ങിക്കാനേ പറ്റൂ. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഇനി എത്ര വില കൂടിയാലും ആളുകൾ അതൊക്കെ പോയി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ വില കുറയും? നിന്റെ ഈ കാഴ്ചപ്പാട് സിദ്ധാന്തം കാരണം വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ച കാലം മറന്നു. അപ്പുവിന്റെ സങ്കടം കാണുമ്പോഴാ. അമ്മ പറയുന്നത് കേട്ടാ തോന്നും എനിക്കിതിലൊരു വിഷമമില്ലാന്ന്. ഇതൊരു സഹന സമരമാണ്. ഇവിടെ സെന്റിമെന്റ്സിന് ഒരു സ്ഥാനമില്ല. പിന്നെ നീ ക്യാബേജും തക്കാളിയും വാങ്ങിക്കാത്ത വിവരം അപ്പോഴേ ഇന്റർനെറ്റ് വഴി അറിയും. ആ നിമിഷം അയാള് വിലയും കുറയ്ക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഈ പെങ്കൊച്ച കുടുംബത്തിൽ പിറന്നായതുകൊണ്ട് നിനക്ക് കൊള്ളാം. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ ഈ ചേന എടുത്തതിന്റെ മുഖത്തെറിഞ്ഞേനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ആ, മോളൊരു കാര്യം ചെയ്യും. ഈ ചേനയും ചേമ്പും പിന്നെ അവന്റെ കാഴ്ചപ്പാടും കൂടെ സമാസമം ചേർത്ത് ഒരു കാഴ്ചപ്പാട് കൊണ്ടാട്ടം ഉണ്ടാക്കി അവൻ അങ്ങോട്ട് വിളമ്പി കൊടുക്ക. സ്വന്തം മക്കളെ പുച്ഛിച്ച് സംസാരിക്കുന്നത് ഒരമ്മയ്ക്ക് നല്ലതല്ല. ഞാൻ ഒരാണിന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തുടങ്ങി. കുടുംബം നോക്കുന്നത് എങ്ങനെയാണെന്ന് നീ നിന്റെ അച്ഛനെ കണ്ടുപഠിക്ക. പറയുമ്പോൾ അച്ഛനെവിടെ? മീൻ വാങ്ങാൻ ചന്തേ പോയിരിക്ക. കാരണം ഒരു സൗകര്യത്തിലാണല്ലോ. 30 ഉറുപ്പിയുടെ മീൻ വാങ്ങിക്കാൻ 50 ഉറുപ്പിയുടെ ഓട്ടോ. എന്താന്നത്? ഏത്? ഇതെന്തോന്ന് മീൻ? ഇത് മീനാന്ന് എനിക്ക് മനസ്സിലായി. മറ്റതെന്ത്? മരുന്ന്. അതിനിവിടെ ആർക്കും അസുഖമൊന്നും ഇല്ലല്ലോ. ഗ്യാസ്. 8 മണിയായില്ല. അതിനു മുമ്പേ പഠിത്തം നിർത്തി. എടാ, അച്ഛനൊക്കെ പഠിക്കുന്ന സമയത്ത് 10-12 മണി വരെ ഇരുന്ന് പഠിച്ചിരുന്നു. എന്നിട്ട് അച്ഛൻ കളക്ടറായ വേറൊരു സാധാരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനല്ലേ? അപ്പൊ 8 മണി വരെ പഠിച്ചിരുന്നെങ്കിലാ കൂടിപ്പോയ ഒരു പ്യൂൺ. നീ പ്യൂണാവാതിരിക്കാനാണ് ഈ പറയുന്നത്. എടാ, മക്കൾ അച്ഛനേക്കാ വലിയവരായി കാണണമെന്നാണ് ഏതൊരു അച്ഛന്റെ ആഗ്രഹം. അതെ അതെ, പെരുന്തച്ഛന്റെ കഥ ഞാൻ ഇന്നലെ പഠിച്ചതേ ഉള്ളൂ. എന്ത്? ടോപ്പിന്നുള്ളിൽ ഡ്രോപ്പ് ചെയ്തത് കൃത്യം മഞ്ഞപ്പടലിൽ തന്നെ. മോം ക്ലോസ്. എന്റെ അച്ഛനെ ഞാനൊരു കൊലയാളി ആക്കൂല അച്ഛാ. അച്ഛനെക്കാട്ടി വലുതാവണ്ട എനിക്ക്. എന്താ ബഹുമാനം? ലക്ഷ്മി, ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്തോളൂ. വല്ലാത്തൊരു നാറ്റം. അതരിഷ്ടം. അച്ഛാ, ചുമ എങ്ങനെയുണ്ട്? അരിഷ്ടം കഴിച്ചിട്ട് ഭേദമുണ്ടോ? ബെസ്റ്റ് അരിഷ്ടം. പിടിച്ചു കെട്ടിയ പോലെ ചുമന്നത്. ഇന്നലെ രാത്രി ചുമച്ചിട്ടേ. അയ്യോ, എനിക്ക് ഭയങ്കര ചുമ. എന്നവനോട് കൊടുക്കുന്നത്. ഇത് വെറും വയറ്റിൽ അങ്ങനെ. നിങ്ങൾ വെറും വയറ്റിലല്ലേ കഴിച്ചത്? അപ്പൊ അവന് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അമ്മ എങ്ങോട്ട് എന്താണാവോ പെട്ടെന്ന് ഇങ്ങനെ ചുമ? തല തോർത്തഞ്ഞിട്ടായിരിക്കും. സൂപ്പർ. കള്ളനോ? കള്ളനോ? ഈ വീട്ടിലോ? കള്ളൻ ഗോപാലിന്റെ വീട്ടിൽ വേറൊരു കള്ളനോ? അസംഭവ്യം അമ്മേ, അസംഭവ്യം. കള്ളൻ ഗോപാലിനോ? അതാരാ?